അതുകൊണ്ട് വാശി വേണ്ട. ഇതല്ലാതെ കൈകെട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം ദുർബലമാണ്, സ്വീകരിക്കാൻ കഴിയൂല. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? അതിപ്പോ അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യുക, അതിനൊക്കെ അങ്ങനെ കണിശത വേണോ? അതൊക്കെ അങ്ങനെ ചെയ്യാം. നെഞ്ചുമ കെട്ടുന്ന പോലെ അങ്ങനെ കെട്ടിക്കോട്ടെ, നെഞ്ചിന്റെ താഴെ കെട്ടുന്ന പോലെ അങ്ങനെ കെട്ടിക്കോട്ടെ, തീരെ കെട്ടാതിരിക്കുന്ന പോലാണെങ്കിൽ അങ്ങനെ കെട്ടിക്കോട്ടെ. അതെല്ലാം പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽ പ്രശ്നം ഉണ്ടാക്കണോ? അതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വെറുതെ അനൈക്യം സൃഷ്ടിക്കണോ? അനൈക്യമല്ല, അത് വെറും ഒരു വാദം മാത്രമാണ്. ഇസ്ലാമിൽ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം അത് അതുപോലെ തന്നെ ചെയ്യലാണ്. അത് അനൈക്യത്തിന് അനൈക്യം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഛിദ്രതയാണെന്ന് പറഞ്ഞുകൊണ്ടോ യഥേഷ്ടം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ആ ചിന്ത തന്നെ നമ്മൾ മാറ്റിവെക്കണം സഹോദരന്മാരെ. അതായത് എവിടെ കൈവെക്കണം എന്ന വിഷയത്തിൽ ഒരു കടുംപിടുത്തമില്ല. ഇത് ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും ഒക്കെ ചർച്ച ചെയ്യുകയും അതിൽ കർശനമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമല്ല. എന്തുകൊണ്ടാണത്? പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പൊക്കിളിന് താഴെയാണ് കൈവെക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, പൊക്കിളിന്റെ മേലെയാണ് വെക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, നെഞ്ചിലാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്, നെഞ്ചിന്റെ താഴെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? ഈ വിഷയത്തിൽ പല രൂപത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസുകളെല്ലാം എടുത്തു നോക്കിയാൽ നമസ്കാരത്തിൽ കൈവെക്കലുമായി ബന്ധപ്പെട്ട് റിവായത്ത് ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഹദീസുകളിലും ദുർബലതയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.